ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 20-ാം ദിനം. മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് അഭ്യർത്ഥിച്ച് ഒരു കർഷകൻ പുരോഹിതനെ സമീപിച്ചു. പുരോഹിതൻ അതിന് സമ്മതിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം കർഷകൻ വീണ്ടും ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് ഈ പ്രാർത്ഥന കൊണ്ട് പ്രയോജനം ലഭിക്കുമല്ലേ? പുരോഹിതൻ പറഞ്ഞു, താങ്കളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ഈ പ്രാർത്ഥന കൊണ്ട് ഗുണം കിട്ടും. കർഷകൻ നിരാശയോടെ ചോദിച്ചു, എല്ലാവർക്കും പ്രയോജനപ്പെടുമെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് കുറഞ്ഞു പോകില്ലേ? പുരോഹിതൻ കർഷകനെ ഉപദേശിച്ചു, സകല ജീവജാലങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കർഷകൻ പറഞ്ഞു, അതെനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരയൽവാസിയുണ്ട്. സകല ജീവജാലങ്ങളുടെയും പട്ടികയിൽ നിന്ന് ആ മനുഷ്യനെ ഒന്ന് ഒഴിവാക്കി തരുമോ? സ്വാർത്ഥതകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇടമായി പ്രാർത്ഥനകളെ നാം ഉപയോഗിക്കരുത്. മഴയുടെയും വെയിലിൻ്റെയും അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മേൽ ഒരുപോലെ ചൊരിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നാം നിരത്തുമ്പോൾ അനുഗ്രഹങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സ്വന്തം സുഖങ്ങളുടെ സംരക്ഷണത്തിനായി നിർത്തിയിരിക്കുന്ന കാവൽക്കാരനായി മാത്രം നാം ദൈവത്തെ തരം താഴ്ത്തരുത്. എന്തെങ്കിലും നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള തീവ്രയത്നത്തിൻ്റെ ഭാഗമായല്ലാതെ ക്രിസ്തുവിനെ ആരാധിക്കുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? ഒന്നിനും ഒരു കുറവുമില്ലാത്ത വിധം സംതൃപ്തമാണ് ജീവിതമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ എത്ര പേർ താല്പര്യം കാണിക്കും? ഒന്നിനും വേണ്ടിയല്ലാതെ ഒരു നിമിഷമെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന, ധ്യാനം. എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആരാധനകളിലൂടെ ചായം പൂശി മനോഹരമാക്കിയാൽ നമുക്ക് ചുറ്റുമുള്ളവരെ കബളിപ്പിക്കുവാൻ കഴിയും. എന്നാൽ സൃഷ്ടാവിനെ വഞ്ചിക്കാൻ കഴിയില്ല. മത്തായി 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.